പടവല കൃഷിയാണ് കേട്ടോ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് ദേ നമ്മളിവിടെ നട്ടുപിടിപ്പിച്ചതാണ്. അത് അധികം വലിയ കൃഷി രീതിയൊന്നും വലിയ കൃഷിയായിട്ടല്ല കേട്ടോ ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പടവല തൈയാണ് നട്ടത്. അപ്പോൾ നമ്മളിതിൻ്റെ സീഡ് മേടിച്ച് മുളപ്പിച്ചതാണ്. അപ്പോൾ 5 ഇല പ്രായമാകുമ്പോൾ നമുക്കിത് താഴത്ത് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് കണ്ടു, നന്നായിട്ട് പടർന്ന് കയറിയിട്ടുണ്ട്, പൂവ് ഇട്ടിട്ടുണ്ട്. ആൺപൂവാണെങ്കിൽ അതും അധികം കായ പിടിക്കത്തില്ല. പെൺപൂവാണെങ്കിൽ ഇതുപോലെ മുട്ടിൽ നമുക്ക് പടവലത്തിൻ്റെ കായ് ഉണ്ടായി കിട്ടും. ഒരു വള്ളിയുമ്പോൾ തന്നെ 3-4 പടവലങ്ങയായിട്ട് ഉണ്ടായി കാണാം. ആൺപൂവിന് അങ്ങനെ ഉണ്ടാവത്തില്ല. പിന്നെ നമ്മൾ നിലം ഒരുക്കുമ്പോൾ ശ്രദ്ധിക്കണം, അവിടെയുള്ള കരിയിലയൊക്കെ കത്തിച്ചിട്ട് വേണം നമ്മൾ കുഴിയെടുക്കാനായിട്ട്. കുഴിയെടുത്ത് കഴിയുമ്പോൾ അതിലേക്ക് ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും ഒക്കെ ഇട്ട് കുഴി മൂടിയിട്ട് വേണം നമ്മൾ ഈ ചെറിയ തൈകളൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കാനായിട്ട്. ചെറിയ തൈ വെച്ച് കൊടുത്തു കഴിയുമ്പോൾ നന്നായിട്ട് നനയ്ക്കണം. നന ആവശ്യമാണ്. നന്നായി നനച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് ഇതുപോലെ നമുക്ക് പന്തലുമേ കയറി കിട്ടുകയും ചെയ്യും. പിന്നെ നമുക്ക് പൂവിടാനായിട്ട് നല്ലൊരു വളമുണ്ട് കേട്ടോ, ആ വളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. പിന്നെ എപ്പോഴും ഓരോ ആഴ്ച കൂടുമ്പോഴും നമ്മൾ അടിവളമായിട്ട് എല്ലുപൊടിയും വേപ്പ് പിണ്ണാക്ക് അല്ലെങ്കിൽ ജൈവ സ്ലറിയൊക്കെ ഒഴിച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് വേഗം വളർന്ന് കിട്ടുകയും ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ പിന്നെ നമ്മുടെ പൂവിടാനായിട്ട് കടലപ്പിണ്ണാക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. അത് 2 പിടി കടലപ്പിണ്ണാക്ക് എടുത്തിട്ട് കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ച് 2 ദിവസം വെക്കുക. അപ്പോൾ അതൊന്ന് പുളിച്ച് കിട്ടും. അത് കഴിയുമ്പോൾ നമ്മുടെ ചാണകവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളം എടുത്ത് അതിലേക്ക് വെള്ളം ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ തളിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ 3ഉം കൂടുമ്പോൾ നല്ല വളമായിരിക്കും. കടലപ്പിണ്ണാക്കും കഞ്ഞിവെള്ളവും ചാണകത്തിൻ്റെ വെള്ളവും ആ വെള്ളവും കൂടിയിട്ട് ഡൈല്യൂട്ട് ചെയ്ത് ഇലകളുമൊക്കെ തളിച്ച് കൊടുത്താൽ ഇഷ്ടം പോലെ പൂവിടും. അതുപോലെ തന്നെ നമ്മുടെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വേഗം പടർന്ന് പന്തലും കയറുകയും നമുക്ക് ഇതുപോലെ കായ്കൾ ഉണ്ടായി കിട്ടുകയും ചെയ്യും. ഇഷ്ടം പോലെ പൂവുണ്ടാവുകയും ചെയ്യും. പിന്നെ നമ്മൾ ഇതുപോലെ ആഴ്ചയിൽ വളമൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഇതിൻ്റെ വേരൊക്കെ വേഗം മണ്ണിലേക്ക് നന്നായിട്ട് ഓടുകയും നല്ല വേഗം ഉണ്ടാവുകയും ചെയ്യും. പിന്നെ കായ്ച്ചയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ഇല ഇതുപോലെ കുത്തി കൊടുത്താൽ മതി. അല്ലെങ്കിൽ കവറിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു കുപ്പി എളുപ്പത്തിലൊരു കുപ്പി വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്താൽ കായ്ച്ചയുടെ ശല്യം കുറയും. ഇവിടെ ഇപ്പോൾ അധികം കായ്ച്ചയുടെ ശല്യം വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് കായ്ച്ചുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. വെളുത്തുള്ളി മിശ്രിതമോ വേപ്പെണ്ണ മിശ്രിതമോ തെളിച്ച് കൊടുത്താൽ മതിയാകും. അപ്പോൾ അതിൻ്റെ ശല്യം ഉണ്ടാവുകയില്ല. പിന്നെ ഇതൊക്കെ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ കമൻറ്റൊക്കെ ഉണ്ടെങ്കിൽ രേഖപ്പെടുത്തണം. പിന്നെ എപ്പോഴും ആഴ്ചയിൽ നമ്മൾ ഇതുപോലെ കടക്കിലേക്ക് മണ്ണ് ഇട്ട് കൊടുക്കണം. അങ്ങനെ മണ്ണ് ഇട്ട് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ വെള്ളം ചുവടെയും ഒഴിച്ചു കൊടുക്കാം, തെളിച്ചും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വേഗം നമുക്ക് ഉണ്ടായി കിട്ടും. നമ്മുടെ വീട്ടാവശ്യത്തിനും കുട്ടികൾക്കും ഒക്കെ വെച്ച് കൊടുക്കാനായിട്ട് മരുന്നടിക്കാതെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. എളുപ്പവുമാണ് കേട്ടോ, അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. എപ്പോഴും മണ്ണിൽ വയ്ക്കുന്നതായിരിക്കും നല്ലത്. മണ്ണിൽ വെച്ചാൽ നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യും.